ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ബാക്ക് ടു സ്കൂളാണ്. മോളുടെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൂരിയും പട്ടാണിക്കടലയുടെ കറിയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ മോൾക്ക് സ്നാക്സായിട്ട് എണ്ണയുടേത് കൊടുത്തു വിടുന്നില്ല. ഞാൻ എന്ത് ചെയ്താൽ പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചവരെ മാത്രമേ സ്കൂളുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ മോള് പുതിയ സ്കൂളിലേക്ക് പോവാണ്. നമ്മളിവിടെ അവിടെയുള്ള പ്രീ പ്രൈമറിയിലായിരുന്നു. അവിടെ നിന്ന് മാറി ഇപ്പം നമ്മൾ അമൃത പബ്ലിക് സ്കൂളിലേക്ക് മാറ്റി ചേർത്തിട്ടുണ്ട്. പച്ചക്കറി മുക്കിലാണ്, വടകര തന്നെ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അവിടെ സ്നാക്സും ലഞ്ചും ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇതാ സ്നാക്സായിട്ട് ഞാനിന്ന് പഴം നെയ്യിൽ വാട്ടിയിട്ടാണ് കൊടുത്തു വിടുന്നത്. ഇന്ന് 12 മണി വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവളെ ഇനി ഉണർത്താൻ വേണം കുറച്ച് സമയം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നോക്കാമല്ലോ. അപ്പോൾ സമയം 6:30 ആയി. അപ്പോൾ ഇതാ മെല്ലെ റൂമിലേക്ക് ചെന്ന് നോക്കാം. നല്ല ഉറക്കമാണ് രണ്ടാളും. ലൈറ്റ് ഇട്ടിട്ട് ഇനി എഴുന്നേൽപ്പിച്ചെടുക്കണം. ഇന്ന് ലഞ്ച് കൊണ്ടുപോകാത്തതുകൊണ്ട് വലിയ വിഷയമില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം, അതായത് സ്നാക്സായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവളെ വിളിക്കാനുള്ള ഭയങ്കരമായ കഷ്ടപ്പാടിലാണ്. ഇത്ര ദിവസവും ഈ 2 മാസം സ്കൂൾ പൂട്ടിയ സമയത്ത് നന്നായിട്ട് കിടന്നുറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഉറക്കിൻ്റെ ടൈമിങ്ങിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടെ എഴുന്നേറ്റ് ജസ്റ്റ് ഞാൻ തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് സമയം തേച്ച് കൊടുത്തു. അതിനുശേഷം അവൾ തന്നെ വാങ്ങിച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇയാൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളെ പല്ല് തേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതും കഴിഞ്ഞിട്ട് നമ്മളിതാ ഡ്രസ്സ് മാറ്റി യൂണിഫോമിലേക്ക് മാറിയിരിക്കുകയാണ്. യൂണിഫോമാണേ പക്ക എന്താ എല്ലാം ഫുൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള യൂണിഫോമാണ്. ടൈ മസ്റ്റാണ്. അതുപോലെ സോക്സ്, പിന്നെ ഹെയർ ബാൻഡൊക്കെ വൈറ്റ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വേറെന്താണ്, ഷൂ മസ്റ്റാണ്. അങ്ങനെ അവിടെ യൂണിഫോം ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതാ ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡ് വേറെ തന്നെ കിറ്റിൽ വെക്കണം. പിന്നെ ഇന്ന് ഒരു റഫ് നോട്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എടുത്ത് ആൾ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ രഞ്ജിച്ചേട്ടൻ ഒരു തവണ വീഡിയോ കോൾ വിളിച്ച് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് പുതുതായിട്ട് കാണുന്നല്ലേ, പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ പുതിയ യൂണിഫോമിലൊക്കെ കാണേണ്ടത് കൊണ്ട് മൂപ്പരൊന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും ഇന്ന് പോകണം, ഡ്യൂട്ടിക്ക് പോകണം. ചെറിയൊരു ഇത് ജാനിയുടെ മുഖത്തുണ്ട്, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പുതിയ സ്കൂളിലേക്കൊക്കെ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ കുട്ടികളെ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ താനേ ആയിക്കോളും. ഇപ്പോൾ പോകുമ്പോൾ കുറച്ച് എന്താ പറയുക ഹാപ്പിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഋതൂട്ടനെ കൂട്ടാൻ വേണ്ടി അമ്മയും ഏട്ടനും വന്നിട്ടുണ്ട്. അവരിന്ന് ഋതൂട്ടനെ കീഴിൽ നിൽപ്പിക്കാമെന്ന് പറഞ്ഞു. കാരണം ജാനീൻ്റെ കൂടെ അവിടെ കൊണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ച് ഞാൻ തന്നെ കൂട്ടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ പെങ്ങളെ വീടുണ്ട് അവിടെ പുതിയ, അപ്പം അവിടെ നിൽക്കാമെന്ന്, അമരേച്ചിൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഋതേൻ്റെ അടുത്ത് ടാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഇതാ ഉറക്കത്തു നിന്ന് എഴുന്നേൽപ്പിച്ചെടുത്തതാണ് അമ്മ. അങ്ങനെ ഞാനും ജാനിയും കൂടെ വണ്ടിയിൽ കയറി. മഴയാണെങ്കിലോ അതുകൊണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഞാൻ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളെ മുഖത്ത് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങോട്ടാണ് ഫ്രണ്ട്സ് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് അവളെ മിസ്സ്, നിഷ മിസ്സ്. പുതിയ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കണം, അതുകൊണ്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട് മോളെ മുഖത്ത്. ഞാനിവളെ എവിടെ ആക്കിയിട്ട് അമരേച്ചിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി നോക്കാം. ഞാൻ തിരിച്ചു വരുമ്പോഴുള്ള ജാനിയുടെ എന്താ പറയുക ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതാ നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്നുണ്ട്. നല്ല ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ഇനി വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. കിറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അതുപോലെ ബാഗും എല്ലാവരും സെയിം പോലെയൊക്കെ തോന്നുകയാണ് എനിക്ക്. അപ്പോൾ ഇതാൾ ഭയങ്കര ഹാപ്പിയാണ്. മിസ്സിനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്ര ഇത്രയേ ഉള്ളൂ.